പൊൻകുന്നം ടൗണിലെ ചുമട്ടുതൊഴിലാളികൾ കൂലിവർധന ആവശ്യപ്പെട്ട് സമരത്തിലേക്ക്. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഈ മാസം 11-ന് സൂചനാ പണിമുടക്ക് നടത്തും. ഇതിന് മുന്നോടിയായി 10-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് പൊൻകുന്നം ടൗണിൽ പ്രതിഷേധ യോഗം ചേരും. 2 വർഷം കൂടുമ്പോഴാണ് ചുമട്ടുതൊഴിലാളികളുടെ കൂലി വർധന നടപ്പാക്കുന്നതെന്നും കഴിഞ്ഞ ജൂൺ മാസത്തിൽ കൂലി വർദ്ധിപ്പിച്ചിട്ട് 2 വർഷം പിന്നിട്ടതായും സംയുക്ത സമരസമിതി സെക്രട്ടറി IS രാമചന്ദ്രൻ പറഞ്ഞു. അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഇടപെട്ട് 2 തവണ ചർച്ച നടത്തിയെങ്കിലും കൂലി വർധനയിൽ തീരുമാനമായില്ല. 35% കൂലി വർധനയാണ് ആവശ്യപ്പെട്ടതെങ്കിലും 15%-ത്തിൽ കൂടുതൽ തരാൻ കടയുടമകൾ തയ്യാറാകുന്നില്ലെന്ന് IS രാമചന്ദ്രൻ പറയുന്നു. 35% വർധനവാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. നിലവിലെ ആവശ്യപ്പെടാനുള്ള കാരണം 2 വർഷം മുമ്പുള്ള നമ്മുടെ സാധനങ്ങളുടെ വില, അത് ഉദാഹരണം എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് നമ്മുടെ അരിക്ക് 43 രൂപയായിരുന്നു. ഇപ്പോൾ അത് 66 രൂപ ആയിട്ട് മാറിയിട്ടുണ്ട്. അതെല്ലാം വ്യാപാരികൾക്ക് അറിയാം. ഇവരുടെ ഇവിടെ നിന്ന് തന്നെയാണല്ലോ ഇവർ തൊഴിലാളികൾ സാധനം വാങ്ങിക്കുന്നത്. അതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ആകെ കിട്ടുന്ന ഈ കൂലി ഇനി അടുത്ത 2 വർഷം കഴിഞ്ഞേ കൂലി കൂട്ടുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിത സൂചിക അനുസരിച്ചാണ് കൂലി വർധനവ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ഒരു വിട്ടുവീഴ്ച എന്നുള്ളതിലേക്ക് 5 തവണ ചർച്ച നടത്തിയ ശേഷം ഏറ്റവും അവസാനം നമ്മൾ 20% തീർക്കാമെന്ന് പറഞ്ഞു. 20% തീർക്കാമെന്ന് പറഞ്ഞു. അവരെ 15% പറഞ്ഞു. ലാസ്റ്റത്തെ പരിപാടിയാണ് ഏലോയെ പറഞ്ഞു. 15% തീർക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. കഴിഞ്ഞ തവണ 20% തീർത്തത്. ആ 20% കിട്ടണമെന്നുള്ള ഡിമാൻഡ് ഞങ്ങൾ ഉറച്ചു നിന്നത്. പിന്നെ ഒരു വിട്ടുവീഴ്ച എന്നുള്ളതിലേക്ക് ഞങ്ങൾ 18% തീർത്തേക്കാമെന്ന് പറയുകയും ഇവരവിടെ വെച്ച് അത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു ചർച്ച. അതിന് ശനിയാഴ്ച അറിയിക്കാമെന്ന് ശനിയാഴ്ച അറിയിച്ചില്ല. ഞാൻ ALOയെ വിളിച്ചപ്പം അങ്ങനെ പറഞ്ഞു അവരെ അതിൽ നിന്ന് മാറ്റമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം പിന്നെ ഞങ്ങൾ ഇത് സൂചന സമരത്തിലേക്കും പോകുമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ 15 ദിവസത്തെ നോട്ടീസ് ഇവർക്ക് കൊടുത്തിരുന്നു. എന്നാൽ ചുമട്ടുതൊഴിലാളികൾ നടത്താൻ പോകുന്ന സൂചനാ പണിമുടക്ക് നിയമവിരുദ്ധമാണെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പൊൻകുന്നം യൂണിറ്റ് പ്രസിഡന്റ് ടോമി ഡൊമിനിക് പറഞ്ഞു. ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഇത്രയും കൂലി ഇല്ലെന്നും ന്യായമായ വർധന നടപ്പാക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടും പ്രതിഷേധത്തിലേക്ക് പോകുകയാണെന്നും ടോമി ഡൊമിനിക് കുറ്റപ്പെടുത്തി. അത് 11-ാം തീയതി അവർ 10-ാം തീയതി അവർ പ്രതിഷേധ ജാഥയും പ്രതിഷേധ യോഗവും നടത്തുമെന്നും 11-ാം തീയതി സൂചനാ പണിമുടക്ക് നടത്തുമെന്നും 15-ാം തീയതിക്ക് ശേഷം സ്ഥിരമായി പണിമുടക്കാണെന്നുമാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അത് നിയമവിരുദ്ധമാണ്. ഇപ്പോൾ ഇവർ ചെയ്യുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ തന്നെ പരാതിപ്പെട്ട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ചർച്ചകൾ വിളിച്ച് 2 ചർച്ച നടത്തി. 3-ാമത്തെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പില്ല. ചർച്ച ഇതുവരെ തീർന്നിട്ടില്ല. കാരണം അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചാണെങ്കിൽ ALO 1, 2, 3 ചർച്ച നടത്തിയിട്ട് പറ്റുന്നില്ലെങ്കിൽ അത് DLOയ്ക്ക് വിട്ടിട്ട് ചർച്ച ഇല്ലാതെ വരുന്ന ഒരു അവസരത്തിൽ ഈ സമരങ്ങളിലേക്ക് പോകാവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു നിയമം. അതിനെ മറികടന്ന് വെറും ധാർഷ്ട്യമാണ് ഈ കാണിക്കുന്നത്. പിന്നെ കൂലിയുടെ കാര്യം പറഞ്ഞാൽ ഈ അടുത്തുള്ള പ്രദേശങ്ങളിൽ പൊൻകുന്നം കൂലി കൂടില്ല. കാഞ്ഞിരപ്പള്ളി, എരുമേലി, മുണ്ടക്കയം, ഇങ്ങോട്ട് പോയ പയ്യ, ഇങ്ങോട്ട് വന്ന പാമ്പാടി അടക്കമുള്ള കറുകച്ചാൽ അടക്കമുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചാൽ ഏറ്റുമാനൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട് കൂലിയിൽ. വലിയ വ്യത്യാസം. സിമെൻറ്റിലൊക്കെ ഒരു ചാക്ക 10 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തിലും നമുക്ക് അങ്ങനെ കൊടുത്ത് പലചരക്ക് സാധനങ്ങൾ ഇതേ ജോലിക്കാർ ഇറക്കുന്ന സ്റ്റേറ്റ് വെയർ ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ ഇറക്കുന്നത് കിൻഡലിന് 20 രൂപയ്ക്കാണ് അരി. ആ അരി ഞങ്ങളുടെ കടയിൽ ഇറക്കുന്നത് 16 രൂപ 45 പൈസയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. കിൻഡലിനാണ് 20 രൂപ. കിൻഡൽ എന്ന് പറഞ്ഞാൽ 2 ചാക്കിനാണ് 20 രൂപ. ആ അരി ഇറക്കുന്നത് 16 രൂപ 45 പൈസ ഞങ്ങളുടെ കടകളിൽ. നമുക്ക് ഒരു തരത്തിൽ ഇത് വിറ്റ് ചെയ്യാൻ പറ്റില്ല. ആളുകൾ അന്യ സ്ഥലങ്ങളിലേക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. ഈ കൂലി കൂടുമ്പോൾ അതനുസരിച്ച് സാധനങ്ങളുടെ വില കൂടുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്കങ്ങനെ അന്യായമായ ഒരു വർധനവ് പറ്റില്ല. ന്യായമായ ഒരു വർധനവ് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ചെയ്യാം. ന്യായമായ ഒരു വർധനവിലേക്ക് വരണം. ന്യായമായ ഒരു വർധനവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അന്യായമായ ഇവർ 35% ചോദിച്ചു. അത് കഴിഞ്ഞിപ്പോൾ 20% കുറഞ്ഞ് പറ്റുകയില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അത് അത്രയും നമുക്ക് ഒരു തരത്തിലും കൊടുക്കാൻ പറ്റുകയില്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.